റയൽ മാഡ്രിഡ് വേഴ്സസ് ഓസസൂണ മത്സരം. അപ്പോൾ ഇന്നലെ റയൽ മാഡ്രിഡിന് ഓസസൂണ കൊടുത്തു 2-1. ഒന്നും പറയാനില്ല. സത്യം പറയാച്ച് കഴിഞ്ഞാൽ റയലിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. സത്യം പറയാച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ആ വിനി മാത്രം കുറച്ച് എബിലിറ്റി എടുത്ത് കളിച്ചു. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ആരുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഗംഭീര പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് വിചാരിച്ച കളി ഒരു 1-1 എന്നുള്ള സമനിലെങ്കിലും പിരിയുന്ന ഡ്രോ ആയിട്ട്. ആ ലാസ്റ്റ് മിനിറ്റിൽ ആ സെൻസോ കാരനാണ് തോറ്റ. സത്യം പറയാലോ, ആ ബോളൊന്ന് ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നില്ലേ? വെറുതെ എന്തിനാ അവിടെ ഇട്ട് ഇങ്ങനെ കളിപ്പിക്കാൻ പോയേ? ഓസസൂണ നല്ല കളി കളിച്ചിട്ടുണ്ട്, പറയല്ലേ. ഓസസൂണ അടിപൊളി കളി കളിച്ചിട്ടുണ്ട്, നല്ല കളി, നല്ല രസമുണ്ടായിരുന്നു അവരെ കളി കാണാൻ. റയലിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു ടാറ്റിക്സും ഉണ്ടായിട്ടില്ല സത്യം പറയാച്ച് കഴിഞ്ഞാൽ. ആ സെൻസോ സത്യം പറയച്ചാൽ ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറയണേ, എന്നെ കുറ്റം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ആ സെൻസോ കാരനാണ് ഇന്നലത്തെ കളി തോറ്റതെന്ന് ഞാൻ പറയുള്ളൂ. പെനാൽറ്റിയും പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു കളി ഡാബ് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറയില്ല. ഓസസൂണ നല്ല കളി കളിച്ചാൽ. അപ്പോൾ ഇന്നെന്തായാലും ബാർസ ജയിക്കും, ബാർസ ടോപ്പ് 1 വരും. എന്തോ 2 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് റയലിനെ ഏൽപ്പിച്ചതെന്നുകൊണ്ട് ബാർസ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയി. അപ്പോൾ 2 ആഴ്ചത്തേക്ക് റയലിനെ ഏൽപ്പിച്ചുകൂടാ, ഈ ഫസ്റ്റ് പൊസിഷൻ ഒന്ന് നോക്കട്ടാ, ഞങ്ങൾ തിരിച്ചു വരാം. അപ്പോൾ ബാർസ റയലിനോട് പറഞ്ഞു, ആ മതിടാ മതി, ഇനിയിപ്പോൾ ഞങ്ങൾ വരല്ലേ, നിങ്ങൾ ഇനി തോറ്റോ? അപ്പോൾ റയൽ പറഞ്ഞു, ആ ശരി ചേട്ടാ ഞങ്ങൾ തോക്കാം. അപ്പോൾ ഇന്നലെ തോറ്റു. ഇനിയിപ്പോൾ ബാർസ തന്നെ ടോപ്പ് 1 വരും ഈ സീസണും. അപ്പോൾ ശരി.